ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്നൊരു കേർഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അധികം കുക്കിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ടിത് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് വേവിച്ച അരിയാണ് എടുത്തിരിക്കുന്നത്. പൊന്നിയരി അത്യാവശ്യം നന്നായിട്ട് വേവിച്ചതാണ്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. അധികം പുളിയില്ലാത്ത നല്ല കട്ടത്തൈര് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചേർക്കുന്നത് പാലാണ്. പാൽ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചേർക്കുന്നത് ഇഞ്ചി തീരെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. 2 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ആ കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. 1 പിടി മല്ലിയിലയും കൂടെ ചേർക്കുക. ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പച്ചരി നേരത്തെ വേവിച്ച് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഇതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിത് തയ്യാറാക്കി എടുക്കാം. ലഞ്ചിന് ഒരു വിഭവമായിട്ട് വിളമ്പുകയും ചെയ്യാം. ഇപ്പോൾ ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർത്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടായപ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 വലിയ ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്തൊരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം നേരത്തെ ചേർത്താൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി ആ ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് ചുവന്ന് വരണം. അതിനുശേഷം ഇതിലേക്ക് 1 പിടി കാഷ്യൂ നട്ട്സ് ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ചേർക്കുന്നത് കായമാണ്. 1/2 ടീസ്പൂൺ കായം. അത് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേർഡ് റൈസിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. നമ്മളിത് കഴിക്കുന്ന സമയത്ത് കാഷ്യൂ നട്ട്സും അതുപോലെ ഉഴുന്നും ഒക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും നമ്മുടെ കേർഡ് റൈസിന്. ഇപ്പോൾ കിസ്മിസ് കയ്യിലുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് മൂപ്പിക്കുന്ന കൂടെ കുറച്ചൊരു 1 പിടി കിസ്മിസും കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊരു ചെറിയ സ്വീറ്റ്നെസ്സും വരും. അപ്പോൾ നമ്മുടെ കേർഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈ മിക്സിങ് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ. ബാക്കി റൈസ് വേവിച്ച് വെച്ചാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു പോമഗ്രാനൈറ്റിൻ്റെ പകുതി അല്ലെങ്കിൽ 1 പിടി പോമഗ്രാനൈറ്റും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മാത്രമല്ല ഇതിൻ്റെ ഭംഗി കുറച്ചുകൂടെ ഒന്ന് കൂട്ടുകയും ചെയ്യും. ആ ഒരു വൈറ്റ് കളറിൻ്റെ കൂടെ ആ ഗ്രീനും ആ റെഡും എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. മാത്രമല്ല പോമഗ്രാനൈറ്റ് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. ഇതിൻ്റെ കൂടെ വേറെ ഒരുപാട് കറികളൊന്നും വേണ്ട. ഒരു അച്ചാർ മാത്രം മതി. പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.